നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസികളുടെ കീശ കാലിയാക്കുന്ന നയമാണ് കുവൈറ്റ് സ്വീകരിച്ചിരിക്കുന്നത്. കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം ചില സേവനങ്ങൾക്ക് ഫീസ് നിരക്ക് വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നു. ഗതാഗത വകുപ്പിന്റെയും താമസകാര്യ വകുപ്പിന്റെയും ഫീസ് നിരക്കുകളിൽ വർധന ആരംഭിച്ചുള്ള മെമ്മോറാണ്ടം ഒന്നാം ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് അഹമ്മദ് നവാഫ് അസബാഹിന് ഉടൻ സമർപ്പിക്കുമെന്ന് മന്ത്രാലയ വൃത്തങ്ങൾ വെളിപ്പെടുത്തി. സന്ദർശക വിസ ഉൾപ്പെടെയുള്ള സേവനങ്ങൾ ഇക്കൂട്ടത്തിൽ ഉൾപ്പെടുമെന്നാണ് ലഭ്യമാകുന്ന വിവരം. മെമ്മോറാണ്ടത്തിൽ പുതിയ ഫീസ് ഘടന ഉൾപ്പെടുത്തിയിട്ടുമില്ല. ഫീസ് വർധനയ്ക്ക് മന്ത്രി തത്വത്തിൽ അംഗീകാരം നൽകിയാൽ പുതിയ നിരക്ക് ഉൾപ്പെടുത്തി വിശദമായ നിർദ്ദേശം സമർപ്പിക്കുമെന്നും ഉന്നത ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് അൽ അൻബ പത്രം പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു. ബജറ്റ് കമ്മിയും വരുമാനം കുറഞ്ഞതുമാണ് സർക്കാരിനെ ഫീസ് വർധനയ്ക്ക് പ്രേരിപ്പിക്കുന്നത്. ചില മന്ത്രാലയങ്ങളിൽ ഇതിനകം സേവന ഫീസ് നിരക്ക് വർധനവ് നടപ്പാക്കിയിട്ടുമുണ്ട്. മറ്റ് മന്ത്രാലയങ്ങളും ഇതിന്റെ ആലോചനയിലാണ്. ചില സേവനങ്ങൾക്കുള്ള ഫീസ് വർധനയും സബ്സിഡി വെട്ടിച്ചുരുക്കലുമാണ് നിലവിലെ പ്രതികൂല സാഹചര്യം കൈകാര്യം ചെയ്യുന്നതിന് ആവശ്യമെന്നാണ് വിദഗ്ധ ഉപദേശം. സബ്സിഡി ഇനത്തിലുള്ള ചെലവ് നിയന്ത്രണവും സർക്കാർ പരിഗണിക്കുകയാണ്. സ്വദേശികളുടെ ആനുകൂല്യങ്ങൾ കുറയുന്ന പരിഷ്കരണങ്ങളൊന്നും തന്നെ എംപിമാർ അംഗീകരിക്കാൻ ഇടയില്ല താനും. പ്രതിപക്ഷത്തിന് നിർണായക സ്വാധീനമുള്ള പാർലമെന്റിന്റെ എതിർപ്പ് മറികടന്ന് പരിഷ്കരണ നടപടികൾ നടപ്പാക്കുന്നത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം എളുപ്പമല്ല. അങ്ങനെ വന്നാൽ പരിഷ്കരണത്തിന്റെ ഭാരം വിദേശികൾ വഹിക്കേണ്ടി വരും. അത് നമ്മുടെ പ്രവാസികൾ തന്നെ ഇത് വഹിക്കേണ്ടി വരുമെന്നാണ്. അതേസമയം കുവൈറ്റിൽ വൈദ്യുതി മീറ്റർ സ്മാർട്ട് ആക്കുന്ന പദ്ധതിയുടെ ഭാഗമായി 1,02,000 മീറ്ററുകൾ സ്ഥാപിച്ചതായി ജലം വൈദ്യുതി മന്ത്രാലയം അറിയിച്ചു കഴിഞ്ഞു. മന്ത്രാലയത്തിന്റെ സേവനം പൂർണ്ണമായും ഡിജിറ്റൽ സ്വഭാവത്തിലേക്ക് മാറുന്നതിന്റെ ഭാഗമായാണ് കഴിഞ്ഞ ഒക്ടോബറിൽ സ്മാർട്ട് മീറ്റർ പദ്ധതി ആരംഭിച്ചത്. വാണിജ്യ നിക്ഷേപ മേഖലകൾ കഴിഞ്ഞാൽ റെസിഡൻഷ്യൽ മേഖലയിൽ പദ്ധതി നടപ്പാക്കും. അത്യാധുനിക ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് ജല വൈദ്യുതി മന്ത്രാലയം മാറുകയാണ്. സ്മാർട്ട് മീറ്ററുകളുടെ ഉപഭോക്താക്കൾക്ക് ഏത് സമയത്തും അതുവരെയുള്ള ഉപഭോഗം നിരീക്ഷിക്കാൻ കഴിയുന്നതായിരിക്കും. ഓൺലൈനായി ബില്ലടയ്ക്കാനും സംവിധാനമുണ്ടാക്കും. ബിൽ മുൻകൂട്ടി അടയ്ക്കാനും കഴിയുന്നതാണ്. മീറ്റർ തകരാറിലാണെങ്കിൽ മന്ത്രാലയ ആസ്ഥാനത്തുടൻ സൂചന ലഭിക്കും. ഇതുവഴി കേടായ മീറ്ററുകൾ വൈകാതെ നന്നാക്കാൻ കഴിയും. വെള്ളത്തിന്റെ വൈദ്യുതിയുടെയും ഉപഭോഗം കുറയ്ക്കാനുള്ള ശ്രമത്തിന്റെ കൂടി ഭാഗമായാണ് സ്മാർട്ട് മീറ്ററിലേക്ക് മാറുന്നത്. നിലവിലെ എല്ലാ മെക്കാനിക്കൽ മീറ്ററുകളും സ്മാർട്ടാക്കി മാറ്റാനുള്ള പദ്ധതിയുടെ ഭാഗമായി ഫർവാനിയ, ഹവല്ലി ഗവർണറേറ്റുകളിൽ നിക്ഷേപ വാണിജ്യ മേഖലയിൽ സ്മാർട്ട് മീറ്ററുകൾ സ്ഥാപിക്കുന്ന പദ്ധതി നേരത്തെ തന്നെ പൂർത്തിയാക്കിയിരുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.